ഈ ശബരിമല കേസ് വലിയ കോമഡിയാവും കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ സൂക്ഷിച്ചു വെച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ സ്വർണം പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ പോയ കേസിൽ ആരെയും ശിക്ഷിക്കാനും ഒന്നും കഴിയില്ല. ഇത് ആർക്ക് പോയി എന്ന് ചോദിച്ചാൽ ആർക്കും പോകാത്തൊരു സ്ഥിതി വരും. കിട്ടിയത് പോറ്റിക്കും കിട്ടി, ഇനി തന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനും കിട്ടി, വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും കിട്ടി. ഈ ഒന്നും കാണാതെ ഇപ്പോൾ വള്ളി പോത്തില്ലെന്ന് പറയുന്ന പോലെ CPM ഇതിൽ നടപടിയെടുക്കാതെ വൈകിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ സാങ്കേതികപരമായി ഈ കേസ് തെളിയിക്കുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി വരിയായി ഇതുപോലെ നടക്കും. അതിൽ ആദ്യ സംഗതി കാണാം. നമ്മുടെ പോറ്റി ഇറങ്ങുന്നത് കണ്ട സിനിമാ നടൻ പോലെ ചിരിച്ച് നല്ല കുട്ടപ്പനായി കണ്ടില്ലേ? ചുമന്നുടുപ്പ് വെള്ളമുണ്ട് ഒക്കെ ധരിച്ച് കവറും ഒക്കെ പിടിച്ച് പോറ്റി ഇറങ്ങി. പോറ്റിയെ സ്വീകരിക്കാൻ കുടുംബം വന്നു. കണ്ട അടിപൊളി. പോറ്റിയെ കേറ്റിയെ പോറ്റി ഇറങ്ങിയേ. കേറ്റിയെ പോറ്റി ഇറങ്ങുന്നതിൻ്റെ കാര്യം എന്താ? ഇതുവരെ കുറ്റപത്രം കൊടുക്കാൻ പറ്റിയില്ല. കണ്ടോ? ഇനി പോറ്റി മ്യൂസിക്കൊക്കെ ഇട്ട് റീൽസ് ചെയ്യും. പോറ്റി മ്യൂസിക്കൊക്കെ ഇട്ട് റീൽസും ചെയ്യും. കണ്ട? പോറ്റി വളരെ കൂളായിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ട്. എന്താ കാര്യം? SIT കുറ്റപത്രം കൊടുത്തില്ല. നോക്ക് പോറ്റിക്ക് വല്ല കുഴപ്പമുണ്ടോ നോക്ക്. പോറ്റി ആ കയറിയതിനേക്കാളൊന്ന് തെളിഞ്ഞ് മുഖപ്രസാദമൊക്കെ കൂടി നല്ല ചിരിയണ്ട പോറ്റിയെ. ഇപ്പം കണ്ട സീരിയലിലെടുക്കും, സിനിമയിലും എടുക്കും പോറ്റിയെ കേറ്റിയെ. കണ്ട? ഇപ്പോൾ പോറ്റി കാറി കയറ്റുന്നു. കണ്ടാ? പോറ്റിയെ കയറ്റുന്ന കണ്ട കാറിലോട്ട്. സംഗതി എന്താണെന്നറിയോ? SIT ഇതുവരെ കുറ്റപത്രം കൊടുത്തില്ല. കുറ്റപത്രം നിശ്ചിത സമയത്തിനകം കൊടുത്തില്ലെങ്കിൽ പ്രതിക്ക് ജാമ്യം കൊടുത്തേ പറ്റും. അത് നീതിന്യായ വ്യവസ്ഥയിലെ ഒരു ഏർപ്പാടാണ്. കുറ്റപത്രം കൊടുക്കാതിരിക്കുന്നതിൻ്റെ മീനിങ് എന്താ? കാര്യമായ കുറ്റം തെളിയിക്കുന്നതിനുള്ള കാര്യങ്ങൾ കിട്ടിയില്ല എന്നുള്ള ഒരു സംഗതിയാണ്. ഇതിലെന്താ പ്രശ്നമെന്നറിയോ? സ്വർണം മോഷ്ടിച്ചു, ആ മോഷ്ടിച്ച സ്വർണം കണ്ടെടുക്കണ്ടേ? തൊണ്ടി മുതൽ എവിടുന്നെങ്കിലും. ആ സ്വർണമെന്ന പേരിൽ കണ്ടെടുക്കുന്നത് എവിടുന്നാണ്? നമ്മൾ സാധാരണ ആഹാരം കഴിച്ചു. ആ ആഹാരം എന്തു ചെയ്തു? അത് തിന്ന് കക്കൂസിപ്പോയി. എങ്ങനെ തെളിവ് കിട്ടും? മറ്റേ അതിജീവിതയുടെ കേസിലൊക്കെ ആണെങ്കിൽ ഭ്രൂണം ഫ്രിഡ്ജ് വെച്ചേക്കുന്നതെന്നൊക്കെ ചാനലുകാർ പറഞ്ഞു. ഇതിപ്പോൾ എന്തു ചെയ്യും? ഇതിന് തെളിവില്ലാതെ വരും. സ്വർണം പോയില്ലയോ? പോയി. ആർക്ക് കിട്ടി? കൈകാര്യം ചെയ്തവർക്ക് കിട്ടി. ആർക്ക് പോയി? ആർക്കാ സത്യത്തിൽ പോയത്? അയ്യപ്പന് പോയി. ഇതിന് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കണമെങ്കിൽ എന്ത് വേണം? തൊണ്ടി മുതൽ കിട്ടണം. തൊണ്ടി മുതൽ കിട്ടുമോ? തൊണ്ടി മുതൽ റിക്കവർ ചെയ്യാൻ എന്തെങ്കിലും നടപടിയെടുക്കുന്നോ? കിട്ടത്തുമില്ല. പണ്ട് കത്തിയൊക്കെ ഉണ്ടാക്കിയതറിയാമോ നിങ്ങൾ? കേസിൻ്റെ കാര്യത്തിന് പണ്ട് കത്തി ഉണ്ടാക്കി ആ പോലീസ് ഓഫീസറൊക്കെ കിടന്ന് വെള്ളം കുടിച്ചല്ലോ. യഥാർത്ഥത്തിൽ എന്തിനുണ്ടാക്കിയതാ? അതിൻ്റെ തെളിവിന് വേണ്ടി കുത്തിയ കത്തി ഉണ്ടാക്കിയതാ. സ്വർണം അങ്ങനെ ചെയ്യാൻ ഒക്കുമോ? പറ്റത്തില്ല. അപ്പോൾ ചുരുക്കത്തിൽ എവിടെ എത്തും? ഈ ഉണ്ടായ ഓളമൊക്കെ ഉണ്ടാവുമെന്നല്ലാതെ ഈ പ്രതിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അവസാനം കോടതി ചെല്ലുമ്പോൾ എന്തു ചെയ്യും? ഇപ്പോൾ ഇരിക്കുന്ന ജഡ്ജിയും ബെഞ്ചും ഒക്കെ കുറച്ച് ആവേശത്തോടെ നിൽക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ഡിവിഷൻ ബെഞ്ചിലേക്കോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്തേക്കോ ചെല്ലുമ്പോൾ കഥ കഴിയും. അതാണ് എൻ്റെ സംഗതി. ഇനി വാലെ ഓരോരുത്തർ ഇറങ്ങിത്തുടങ്ങും. ഇനി ഇത്ര ദിവസം കഴിയുമ്പം പത്മകുമാറും ഇറങ്ങും. അത് കഴിയുമ്പോൾ ബാക്കിയുള്ളവരും ഇറങ്ങും. ചുരുക്കത്തിൽ ഒന്നും സംഭവിക്കാതെ ഇതങ്ങ് അവസാനിക്കും. മോഷണമോ? അത് തുടരും. എന്നുവരെ തുടരും? ഇതവിടെ കൊണ്ട് കൊടുക്കാൻ ആളുകളുള്ളിടത്തോളം കാലം തുടരും. അവനോട് വേറൊന്നും തോന്നരുത്. ഈ സത്യങ്ങൾ പറയുന്നതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചോണം. ഈ വീഡിയോ കുറച്ച് നാൾ കഴിഞ്ഞ് കാണാം.